നബീസുമ്മ മഞ്ഞ് കളിക്കുന്നുണ്ടോ ഉസ്താദ് എന്നൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടു. മിക്കവാറും ആളുകളൊക്കെ ഉസ്താദിനെ പൊങ്കാലിക്കിടുകയും ചെയ്തു. വിഷയങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ല. ഇനിയിപ്പോ നബീസുമ്മയും ഉസ്താദും പടച്ചോനും തമ്മിൽ തീർക്കട്ട ആ വിഷയം. കുറെ കാക്കാമാരും താത്താമാരും കൂടെ കേൾക്കാനാണ് ഈ കാര്യം ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അതായത് ഉസ്താദ് പ്രത്യേകിച്ച് എല്ലാ ഉസ്താദന്മാരും ഇതൊന്ന് കണ്ടിരിക്കണം. ഈ വിഷയത്തിൽ നിങ്ങൾ ഇടപെടണം എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയാണ്. സിയാറത്തിന് വേണ്ടി യാത്ര ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. സിയാറത്ത് എന്ന് പറയുന്ന സുന്നത്താണ്. അതായത് ഒരുപാട് മരണപ്പെട്ടു പോയ ആളുകൾ, ഔലിയാക്കൾ, അതുപോലെ തന്നെ മഹത്തായിട്ട് ആളുകളുടെയൊക്കെ ഖബർ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ബസ്സിനകത്ത് കയറി, ടൂറിസ്റ്റ് ബസ്സിനകത്ത് ഈ കാക്കാമാരും താത്താമാരും എല്ലാവരും ഇങ്ങനെ ട്രാവൽ പോകും, യാത്ര പോകും. ഈ സുന്നത്താണ്. അതൊന്ന് സുന്നത്തോടെ ചെയ്താൽ കൂലിയുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. ചെയ്താൽ കൂലിയാണ് അവിടെ പോകുന്നതും നമുക്ക് പ്രാർത്ഥിക്കുന്നതും ഒക്കെ. പക്ഷേ പല സമയത്തും ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ എന്റെ ഓച്ചിറ പള്ളിയിൽ അവിടെ സിയാറത്തിന് ഇറങ്ങുന്ന സമയത്ത് കാക്കാമാരെല്ലാം ഇറങ്ങി പള്ളി കയറി നിസ്കരിക്കും സിയാറത്ത് ചെയ്തിട്ട്. ഈ താത്താമാരെല്ലാം ഈ ബസ്സിനകത്ത് ഇരിക്കും. മഗ്‌രിബ് സമയത്ത്, അതായത് നിസ്കാരത്തിന്റെ സമയത്താണ്. ഈ താത്താമാരൊന്നും നിസ്കരിക്കത്തില്ല, അതിനകത്ത് ഇരിപ്പുണ്ട്. പല ഉസ്താദന്മാരും നേതൃത്വം കൊടുത്താണ് ഈ പറയുന്ന യാത്ര കൊണ്ടുപോകുന്നത്. ഇല്ലെങ്കിൽ ബോധമുള്ള പല ആളുകളും കുടുംബത്തിലും വീട്ടിലും പരിസരത്തും മഹലിലും ഒക്കെ ഉണ്ട്. ഈ വിഷയത്തെ പറ്റിയിട്ട് എത്ര പേര് അഡ്രസ് ചെയ്യുന്നുണ്ട്? പിന്നെ ഉസ്താദ് എടുത്തു പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറയണമായിരുന്നു. നബീസുമ്മയല്ല, ഏതെങ്കിലും കാക്കാമാരാണെങ്കിൽ പോലും ആ യാത്രയിൽ ഒരു നിസ്കാരമെങ്കിലും കള ആക്കിയിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിക നിയമപ്രകാരം ഇസ്ലാമികമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, ഒരു കാക്കയാണെങ്കിലും നിസ്കാരം കള ആക്കിക്കൊണ്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ആ യാത്ര കൊണ്ട് പടച്ചോന്റെ ഭാഗത്തുനിന്ന് ഒരു കൂലിയും കിട്ടത്തില്ല. അതിപ്പോ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുകയാണ്. അതിനപ്പുറത്തേക്ക് ഇസ്ലാമികമായിട്ട് ജീവിക്കുന്ന ഒരാൾ അതേ കടമകളും കാര്യങ്ങളും നിസ്കാരങ്ങളും നിർവഹിച്ചാണ് പോകുന്നതെങ്കിൽ ഉസ്താദിനോട് പറയാൻ ഒരു വോയിസും ഇല്ല.